ഫാൻ ഇറങ്ങിയെടുത്തു. എല്ലാ പേരും മോർണിംഗ് റെഡിയായി നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് ഇന്നത്തെ ഡ്രൈവിനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് ചന്ദ്രമണ്ഡലത്തിലേക്കാണ്. ആ ചന്ദ്രനിലുള്ള ചന്ദ്രമണ്ഡലമല്ല, ജീപ്പ് യാത്ര ചെയ്യാൻ പറ്റുന്ന മണ്ഡലം. കാന്തല്ലൂർ പഞ്ചായത്ത് തന്നെയുള്ള മറ്റൊരു പ്ലേസാണ് ചന്ദ്രമണ്ഡലം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? നല്ല അടിപൊളിയായിരുന്നു. ഇന്നലെ പോയത് ഏറ്റവും ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ടെറേനായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പേടിച്ചായിരുന്നോ? കുറെ പേടിച്ചും ചെയ്തു, ശരിക്കും പേടിച്ചു. എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ നിന്ന് അലിമ്പ് കാണിക്കുന്ന ആളാണ് നമ്മുടെ, നിങ്ങൾ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രശസ്ത വില്ലൻ. ഇന്നലത്തെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തോ? അടിപൊളി, സൂപ്പർ. പിള്ളേരൊക്കെ എൻജോയ് ചെയ്തോ? പിന്നെ അല്ലാണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യണത്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കാന്തല്ലൂർ ട്രിപ്പിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലത്തെ പോലെ തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു കോൺവോയില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഷോർട്ട് ട്രിപ്പാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഫൺ ഡ്രൈവ് 11:30 ആയി. ലഞ്ച് തിരിച്ച് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഒന്ന് പോയി ഒരു ഷോർട്ട് ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ലഞ്ചിന് വേണ്ടി ഒരു 2-2:30 ആകുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം 3 മണിയാവുമായിരിക്കും ഇവിടെ തിരിച്ചു വരാനാണ് പ്ലാൻ. ഷോർട്ട് ഇന്നത്തെ പോലെ അല്ല, ഒരു ഷോർട്ട് ഡ്രൈവ് ആണ്. ഇന്നത്തെ നല്ല ലെങ്തി ആയിരുന്നു. നമ്മൾ 4 മലയൊക്കെ പോയപ്പം കുറച്ച് വീതം പാർട്ടായിട്ട് നമുക്ക് ഒരു ആദ്യത്തെ മല കയറി നമുക്ക് എല്ലാവർക്കും അവിടെ വെയിറ്റ് ചെയ്ത്, പിന്നത്തെ മല കയറി പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത്, അങ്ങനത്തെ ഇത് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. 1 by 1 ആയിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളായിരുന്നു. എവിടെയും ഒരു വണ്ടി നിർത്തുവാണെങ്കിൽ ബാക്കിലുള്ള എല്ലാ വണ്ടിയും നിർത്തണം, ആ ഒരു രീതിക്കായിരുന്നു. അതുകൊണ്ടിട്ട് മറ്റു വണ്ടികൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവരും കൂടെ നമ്മുടെ കൂടെ എത്തി. അങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കേറാൻ പറ്റി. അങ്ങനെ അധികം ഹെൽപ്പ് ഒന്നും ആരുടെ വേണ്ടി വന്നില്ല. പിന്നെ പജറയ്ക്ക് മാത്രം തിരിച്ചു വരുമ്പോ മാത്രം വണ്ടി ഓഫ് ആയിപ്പോയി, ആ ബാറ്ററി ഡെഡ് ആയിപ്പോയി. അപ്പം ആ ഒരു പ്രശ്നം മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് ഒരു മുകള് വരെ വന്നു, തിരിച്ചിറങ്ങി വന്നപ്പോ ആണ് പ്രശ്നം പറ്റിയത്. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമായോണ്ട് ഇന്നലെ നേരത്തെ ഇറങ്ങാൻ നോക്കി. അതെ, ആന നമ്മള് വരുന്ന വഴിക്കല്ല ആനയുടെ ഇച്ചുണ്ടായി. നമ്മളിപ്പോ റിസോർട്ടിന്റെ താഴെ നിൽക്കുവാണ്. ഇവിടെ എല്ലാം നിന്നാ നമുക്ക് നല്ല മലയൊക്കെ കാണാം. പിന്നെ ഇന്ന് എല്ലാവർക്കും ഒരു ചെറിയ ക്ഷീണമുണ്ട് ഇന്നലത്തെ തന്നെ വെച്ച് നോക്കുമ്പോ. ഹലോ നന്ദു, ഐ ആം എക്സൈറ്റഡ്. യെസ്, ഓഫ് കോഴ്സ്. ഭയങ്കര ഷോർട്ട് ഡ്രൈവ് ആണ്. അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്തേലൊക്കെ കാണൂട്ടോ. നന്നായിരുന്നാ മതിയായിരുന്നു. ഇച്ചിരി വണ്ടി എയറിലൊക്കെ പോയാ. ഓക്കെ കൊല്ലാൻ കൊണ്ടുവരുന്നതാണ് കേസ്, കൊല്ലാൻ കൊണ്ടുവരും. പേര് പോലെ തന്നെ അതിമനോഹരമാണ് ചന്ദ്രമണ്ഡലം. ആ പേരിലുള്ള ഗമയും അതേ തലയെടുപ്പുമാണ് അവിടെ ചുറ്റുമുള്ള മലകൾക്കും.
ഗ്രാമം. ഇതെവിടാ നമ്മളിപ്പോ സ്ഥലമാണ്. ആ അപ്പൊ അത് കുരുമുളകിന് വേണ്ടി മരമൊക്കെ അടിച്ച് കൊക്കൊക്കെ മാറ്റുക. ഓക്കെ ഓക്കെ. ഇത് ഏതാ ചേച്ചി സ്ഥലം? ഇത് കുണ്ടള സൈഡ്. കുണ്ടള സൈഡ്. ഓക്കെ ഓക്കെ, താങ്ക്സ്, ബൈ. ഓക്കെ, ബൈ. നാച്ചുറൽ ഓട്ടോമാറ്റിക് റൈറ്റ് അല്ലേ? ആ റൈറ്റ് അല്ലേ? റൈറ്റ്. ഭയങ്കര ഇറക്കം. ഈ കാണുന്ന സ്ക്രാച്ചസ് എല്ലാം ഇന്നലത്തെ ഡ്രൈവിൽ പറ്റിയതാണ്. നമ്മുടെ സോഫ്റ്റ് ടോപ്പ് ആയതുകൊണ്ട് ടോപ്പ് പോർഷൻസിൽ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഹായ് ഗൈസ്. വണ്ടി ഇങ്ങനെ ബാക്ക് അറ്റത്ത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ്. ഡോക്ടർ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് യെസ്റ്റർഡേ? Excellent. With my first time, but it was really comfortable because the group was so helpful. കാട്ടരളിയോ നല്ല ഭംഗിയുണ്ട്. അതാ ഇവിടെയുണ്ട് കേട്ടോ, നല്ല പൊക്കത്തില് പോയിക്കൊണ്ടുണ്ട്. ആരാണാവോ?
വെച്ചില്ലേ അതാണ് ഈ സൗണ്ട്. എന്തുവാടെ ഇത്? ജസ്റ്റ് ഫോർ ഫൺ, ഫൺ. ജസ്റ്റ് ഫോർ ഹൊറർ എന്ന് പറയാം. ബദ്രി പുറകെ വരട്ടെ. വണ്ടി അങ്ങനെ നമ്മളെല്ലാ പേരും 1 by 1 ആയിട്ട് മുകളിലെത്തി. ഇതിനിടയിൽ നമ്മുടെ വണ്ടിയുടെ ഡിഫ് ഗാർഡ് ഒരു സൈഡ് ഇളകിയിട്ടുണ്ടായിരുന്നു. വണ്ടിയും നല്ല ഓവർ ഹീറ്റായി. റേഡിയേറ്ററിൽ വെള്ളം തിളച്ച് വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതാ ഡിഫ് ഗാർഡ് ഊരുക. ആ അത് വളഞ്ഞിരിക്കുക, പൊട്ടിപ്പോയി. അത് മൊത്തം അങ്ങ് ഊരിയെടുക്കാം. വെള്ളമുണ്ടോ? വെള്ളം ഇരിപ്പുണ്ടോ? നല്ല കുറവാണ്. ഈ നടന്നു പോകുന്നത് പുൽത്തൈലം ഉണ്ടാക്കുന്ന പുൽച്ചെടികളുടെ ഇടയിൽ കൂടിയാണ്. അപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്തൊരു വീട് കണ്ടത്. അവിടെ ഒരു ഫാമിലി ഉണ്ട്. ഈ കാണുന്നത് അവർ ഉണക്കാനിട്ടയ്ക്കുന്ന പുൽത്തൈലത്തിൻ്റെ പുല്ലാണ്. വായോ, നമുക്കൊന്ന് കയറിയിട്ട് പോവാം. ഇതെല്ലാം അവർ ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റാണ്. ഇങ്ങനെ ഉണക്കിയ പുല്ലിൽ നിന്നാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് അകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ. ഇതിന് കുറച്ചപ്പുറത്ത് ഈ കാണുന്നതാണ് അവർ താമസിക്കുന്ന വീട്. ആ വീട്ടിലെ ആൻറ്റിയായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ നമ്മൾ കയറിയ ആ പുൽത്തൈലം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം അവർ രണ്ടുപേരും ചേർന്ന് മണ്ണ് കുഴച്ച് സ്വയം ഉണ്ടാക്കിയതാണ്. അവരോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചു നേരം ചോദിച്ചറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. നഗരത്തിലെ തിക്കിലും തിരക്കിലും ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചും കുറച്ച് അത്ഭുതമായിരുന്നു അവിടുത്തെ ജീവിതം. മനുഷ്യനിലുള്ള ഏറ്റവും നല്ല കഴിവും അതാണ്, സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കഴിവ്. ഇങ്ങനെയും ചില മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പിന്നെ എല്ലാ പേരും ഇവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തു. അപ്പോൾ ഡേ 2 വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Stay tuned. Thank you for watching this video. Please do like, share, comment and subscribe. Ta-da!